ഏഴാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷാ ചോദ്യങ്ങളാണ്. ആദ്യ പാർട്ട് ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ 1, 2, 3 എന്നിവയായിരുന്നു ചർച്ച ചെയ്തത്. ഇന്ന് നാലാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുലാർ റിവേഴ്സ്. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം. അപ്പൊ ആ ടോപ്പിക്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്നുള്ളതാണ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. ഈ ഒരു ചോദ്യം USSനും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ഏഴാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യ ഫിസിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്. ഉപദ്വീപീയ നദികളിൽ ഗോദാവരി, പെരിയാർ, മഹാനദി തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയ. ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എക്സാമ്പിളും പറഞ്ഞു, ദീസ് ആർ പെരനിയൽ റിവേഴ്സ്, ദേ ഹാവ് വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ എന്തുണ്ടാവും? അവിടെ ജലമുണ്ടാവും. ഇപ്പൊ നമ്മുടെ നദി, നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും നദികൾ ഉദാഹരണമായിട്ട് എടുക്കാം. ആ നദിയില് മഴയുള്ള സമയത്ത് നല്ല രീതിയിൽ വെള്ളം കാണും, അതേസമയം വേനൽക്കാലത്ത് വെള്ളത്തിന്റെ അളവ് കുറയും. പക്ഷേ ഹിമാലയൻ റിവേഴ്സിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. വേനൽക്കാലത്തും ഒരുപക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. പഴയ പ്രാവശ്യത്തെ പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികളിൽ വേനൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് മഞ്ഞുരുകി അത്രത്തോളം വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? നദികളിലേക്ക് എത്തുന്നുണ്ട്. ദീസ് ആർ ബോത്ത് റെയിൻ ഫെഡ് ആൻഡ് ഫോംഡ് ത്രൂ മെൽറ്റിംഗ് ഓഫ് ദ ഗ്ലേഷ്യേഴ്സ്. ദ ഹിമാലയൻ റിവേഴ്സ് ഹാവ് ലാർജ് ക്യാച്ച്മെന്റ് ഏരിയ. അതേസമയം പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത് ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം പെനിൻസുലാർ പ്ലേറ്റ്. പെനിൻസുലാർ പ്ലേറ്റിൽ നിന്നാണ് ഉത്ഭവം. എക്സാമ്പിൾ ഗോദാവരി, പെരിയാർ, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവ. ഇത് നോൺ പെരനിയൽ ആണ്. ഹാവ് നോ വാട്ടർ ഫ്ലോ ഫോർ ദ ഹോൾ ഇയർ. പെനിൻസുലാർ റിവർ ഹാവ് നാരോ കാച്ച്മെന്റ് ഏരിയ. നേരത്തെ അവിടെ പറഞ്ഞത് വലിയ കാച്ച്മെന്റ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? നാരോ കാച്ച്മെന്റ് ഏരിയ. ദീസ് റിവേഴ്സ് ആർ സീസണൽ, മീൻസ് മഴയ്ക്കനുസൃതമായിട്ടാണ്. The flow of the river is based on rainfall. These rivers have shorter and shallower courses compared to Himalayan rivers. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമുള്ള പോയിന്റുകൾ പഠിക്കുക. ഒരു 4 പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ടോപ്പിക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നോക്കുക, ഈ നീല ടേബിൾ നോക്കുക. ഈ ടേബിളില് 10ാം ക്ലാസ്സിന്റെ SLC പുസ്തകത്തിലെ ടേബിളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? തൊട്ട് മുമ്പേ പറഞ്ഞതാണോ, ഇതാണോ, ഏതെങ്കിലും പോയിന്റുകൾ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇപ്പം എക്സാമ്പിൾ, നാവിഗബിൾ എലോങ് ദ പ്ലെയിൻസ്. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന വാക്കാണ്. പൊട്ടൻഷ്യൽ ഫോർ ഇൻലാൻഡ് നാവിഗേഷൻ ഈസ് ലോ. ഇൻലാൻഡ് നാവിഗേഷൻ വളരെ കുറവാണ്. അതിനുള്ള ചാൻസ് പെനിൻസുലർ റിവേഴ്സിൽ കുറവാണ്. കാരണം നമ്മുടെ നദികൾ വളരെ ചെറുതാണ്. അത് മാത്രമല്ല, ഇത് ഒഴുകുന്നത് ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെയാണ്. വെള്ളച്ചാട്ടങ്ങളെല്ലാം സൃഷ്ടിച്ചാണ് ഒഴുകുന്നത്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോ ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ ലോ ആണ്. അതേസമയം ഹിമാലയൻ റിവേഴ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? റേറ്റ് ഹൈ ആണ്. അതേപോലെ ഇറിഗേഷണൽ പൊട്ടൻഷ്യൽ, ജലസേചനത്തിനുള്ള ഉപയോഗം, അത് ഹിമാലയൻ റിവേഴ്സിൽ കൂടുതലാണ്. അതേസമയം പെനിൻസുലർ റിവേഴ്സിൽ അത് കുറവാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏതെങ്കിലും 4 നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിക്കുക, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സാമൂഹീകരണം എന്നാൽ എന്ത്? സോഷ്യലൈസേഷൻ. സാമൂഹീകരണ ഏജൻസികൾ, ഘടകങ്ങൾ ഏതൊക്കെയാണ്? സോഷ്യലൈസേഷൻ ഏജൻസീസ്. അപ്പോൾ എന്താണ് സാമൂഹീകരണം എന്ന് ചോദിച്ചാൽ, സോഷ്യലൈസേഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് by which an individual learns to conform to the norms of society. സമൂഹവുമായി ഇടപെട്ട് ആ സമൂഹത്തിൽ ജീവിക്കാൻ ആ വ്യക്തിയെ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ആൻ ഇൻഡിവിജ്വൽ ടു ലീവ് ഇൻ ദ സൊസൈറ്റി. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഈ പിങ്ക് കോളമോ ബ്ലൂ കോളമോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതിയാകും ഇംഗ്ലീഷ് മീഡിയത്തിന്. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ തുടങ്ങിയവയാണ്. പിയർ ഗ്രൂപ്പ്, ഫാമിലി, സ്കൂൾ, മാസ് മീഡിയ തുടങ്ങിയവ. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെ വ്യക്തിയെ സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് അറിവ് നേടാൻ കഴിയും. വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ഇടപഴകാൻ കഴിയും. നല്ല ശീലങ്ങൾ വളർത്തും. നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു. ഈ പറയുന്നത് പോലെ ഫാമിലിയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഏതെല്ലാം തരത്തിൽ? ആ ഒരു പോയിന്റ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് 4 സ്റ്റേറ്റ്മെന്റ് എങ്കിലും എഴുതണം പരീക്ഷയ്ക്ക്. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. മാധ്യമങ്ങൾ എങ്ങനെ സഹായിക്കുന്നു, കുടുംബം എങ്ങനെ സഹായിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഈ നൽകിയിട്ടുള്ളത്.
ഒരു കോമൺ ആൻസർ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻകൽക്കേറ്റിംഗ് വാല്യൂസ്, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എവിടെ എഴുതാം? ഫാമിലിയിൽ എഴുതാം, സ്കൂളിൽ എഴുതാം, മാധ്യമങ്ങളില്, പിയർ ഗ്രൂപ്പില്, എല്ലാത്തിലും എഴുതാം. ഇൻകൽക്കേറ്റിംഗ് വാല്യൂ, ഇമ്പാർട്ടിംഗ് നോളജ്, തെറ്റൊന്നുമല്ല. ഏതിലെഴുതാം? ഫാമിലിയിൽ എഴുതാം, മീഡിയയിൽ എഴുതാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആവർത്തിച്ച് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പഠിക്കാൻ എളുപ്പമുള്ള പോയിന്റുകളെ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അതും പഠിക്കാൻ എളുപ്പമായിരിക്കും. മാസ് മീഡിയ ഇൻഫ്ലുവൻസ് അവർ വ്യൂസ്, അപ്പൊ ഈ മാസ് മീഡിയയ്ക്ക് പകരം എന്ത് മാറ്റുക? സ്കൂൾ ഇൻഫ്ലുവൻസ് അവർ വ്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വേ ഓഫ് ലൈഫ്. ഇനി അതേസമയം മീഡിയ മാറ്റി, സ്കൂൾ മാറ്റി, പകരം ഫാമിലി കൊടുക്കുക. ഫാമിലി ഇൻഫ്ലുവൻസ് അവർ വ്യൂസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വേ ഓഫ് ലൈഫ്. ഇതേ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവർത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ഇൻസലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നതിന് പറയുന്ന പേരെന്താണ്? ഇൻസലേഷൻ എന്നാണ് പേര്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന പ്രദേശം ഏതാണ്? ഇക്വേറ്റർ ആണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സോളാർ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? അല്ല. ഇക്വറ്റോറിയൽ റീജിയനിൽ വെർട്ടിക്കൽ റേസ് ലഭ്യമാണ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. ഇൻസലേഷൻ എന്ന വാക്കുകൂടി ആലോചിച്ചേക്ക. എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ് ഈസ് കാൾഡ് ഇൻസലേഷൻ. ഇനി ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഓഷൻ കറന്റ് ആൻഡ് വിൻസ്, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സോയിൽ തുടങ്ങിയ കാര്യങ്ങൾ വരും. ഇത് പോയിന്റ് ആയിട്ട് എഴുതുകയോ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതുകയോ ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോ ആലോചിച്ച് നോക്കുക, ഭൂമിയിൽ ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്ത് ചെയ്തത്? സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും? താപം കൂടുതലായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണം ആകാറുണ്ട്. ഈ ഒരു പോയിന്റ് കൂടെ അവിടെ ഉണ്ട്. യൂസഫിന് വേണമെങ്കിൽ ചോദിക്കാം, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു, അതിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ത് ചെയ്യുന്നു? താപത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചേക്കുക. ഏറ്റവും അവസാനത്തത് കോടതികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഘടന വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന പ്രിയാമ്പിൾ എഴുതിയതാരാ? പ്രിയാമ്പിൾ ഈസ് റിട്ടൺ ബൈ നെഹ്റു. വൺ വേർഡിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, US തന്നെ ചോദിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ 3 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 3 ബ്രാഞ്ചുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമനിർമ്മാണം, ഭരണനിർവഹണം, സ്വതന്ത്ര നീതിന്യായം എന്നിവയാണ് എഴുതേണ്ടത്. ദ 3 pillars ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ ദ 3 മെയിൻ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ദ 3 ആംസ് ഓഫ് ഗവൺമെന്റ്. ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. അത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയാണ്. അപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടി മേക്സ് ദ ലോ, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതേസമയം എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി ഇംപ്ലിമെന്റ്സ് ദ ലോ, നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ജുഡീഷ്യറി ദാറ്റ് അപ്ഹോൾഡ്സ് ദ ലോ, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. ഏതിൽ നിന്നും? ലെജിസ്ലേച്ചറിൽ നിന്ന്, എക്സിക്യൂട്ടീവിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ് ജുഡീഷ്യറി. അപ്പൊ നമ്മുടെ കോടതിയുടെ ഘടന ഇങ്ങനെയാണ്. നമുക്കിപ്പോ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ നീതിന്യായ വിഭാഗത്തിന് കണ്ട ഒരു പിരമിഡിന്റെ ആകൃതിയിലാണ്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, താഴെയായി ഹൈക്കോടതി, അതിന് താഴെ ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ, അങ്ങനെ വരുന്നു. കീഴ്ക്കോടതികൾ മേൽക്കോടതികളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. ദ ഹയറാർക്കി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജുഡീഷ്യറി. ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഹയസ്റ്റ് കോർട്ടിന്റെ സ്റ്റേറ്റ് ഹൈക്കോർട്ടാണ്. നമ്മുടെ ഹൈക്കോടതി എറണാകുളത്താണ്. ദ സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ in the shape of a pyramid. At the top is Supreme Court and below that are High Courts and District Court. Lower courts at the bottom. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ എഴുതാനും കൂടെ ശീലിക്കുക. ഇത് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സെന്റൻസ് ആയിട്ടൊന്ന് എഴുതി ശ്രമിച്ചു നോക്കുക. ഇത് ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രം നൽകിയിരിക്കുന്നു. കാരണം കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല, എങ്കിലും വായിച്ചു വെച്ചേക്കുക. 8ാം ക്ലാസ്സിലോട്ട് പോകുമ്പം നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ചോദ്യം, 8 ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. ലാസ്റ്റത്തേത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. സ്വാതന്ത്ര്യ സമര സംഭവങ്ങളും അത് നടന്ന പ്രദേശവും സംസ്ഥാനവും തിരിച്ചറിയുക. അപ്പൊ ഖേദ ഗുജറാത്തിലാണ്. ഖേദ സമരം ജാലിയൻ വാലാബാഗ്, അമൃത്സർ പഞ്ചാബ്, ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂർ കണ്ണൂർ കേരളം.
തുണിമിൽ സമരം അഹമ്മദാബാദ് ഗുജറാത്താണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ആണ്. ബീഹാറിലായിരുന്നു. ഈ വർഷങ്ങൾ ക്രമത്തിൽ നൽകിയിട്ടുണ്ട്. 15 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. 17 ആദ്യത്തെ സമരം, 18 ആദ്യത്തെ നിസ്സഹകരണ സമരം. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ ഹങ്ങർ സ്ട്രൈക്ക്, സാറിനല്ല സോറി, ഹങ്ങർ സ്ട്രൈക്ക്, അത് അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരമാണ്. തുടർന്ന് 1919 ജാലിയൻ വാലാബാഗ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ ഓർഡറിലാണ് പോകുന്നത്. ലാസ്റ്റത്തെ ഒരു ഭാഗം സാൽ സത്യാഗ്രഹ ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് എന്ന് പറയുന്നത് പയ്യന്നൂരും കോഴിക്കോടുമായിരുന്നു. പയ്യന്നൂർ എന്ന് പറയുന്നത് കണ്ണൂരാണ്, കോഴിക്കോട്.